ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ശക്തനായ ദൈവം നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഇന്ന് പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവ് ഇടപെടും. നിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമായി ദൈവം ഇന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. വേദനകളും വിഷമങ്ങളും ദുഃഖവും എല്ലാം മാറിപ്പോകും. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. കർത്താവിനോട് മാപ്പ് പറഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ബോധപൂർവം പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാകും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 19, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈശോയെ, രോഗികളായ എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നീ പ്രഭാതത്തിൽ അവരെ അനുഗ്രഹിക്കണമേ. ജോസഫ് ലാസർ എന്ന ഒരു മകൻ, വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ മകന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ അത്ഭുത കരം ഈ മകനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ആരോഗ്യം തിരികെ നൽകി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഭവനത്തിലേക്ക് ആരോഗ്യത്തോടെ മടങ്ങിപ്പോകുന്നതിന് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളുടെ മേലും കർത്താവെ, ഇന്ന് നീ കരുണ ചൊരിഞ്ഞ് അത്ഭുത സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഇടപാടുകളെ സമർപ്പിക്കുന്നു. കർത്താവെ, തിരുവചനപ്രകാരം അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്ന് ഇന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളുടെ അഭയശിലയും വിമോചകനുമാണ്. കർത്താവെ, ഞങ്ങളുടെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തകളും ഇന്ന് അങ്ങയ്ക്ക് സ്വീകാര്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ചിന്തയെ നീ വിശുദ്ധീകരിക്കണമേ. അനാവശ്യമായ ചിന്തകളെല്ലാം മാറ്റി ദൈവികമായ ചിന്തകൾ നൽകി, ഫലപ്രദമായ ചിന്തകൾ നൽകി ഇന്നത്തെ ഞങ്ങളുടെ ദിവസത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ അനേക നാളായി കാത്തിരിക്കുന്ന ചില വിഷയങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീട് പണിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. വീടില്ലാത്തവരെ സമർപ്പിക്കുന്നു. വീട് പണിയാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാത്തവരെ സമർപ്പിക്കുന്നു. അനേക വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുത കരം അവരുടെ മേൽ പ്രവർത്തിച്ച് സ്വന്തം ഭവനം എന്ന ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ അലസതയായി, മടിയായി, സ്കൂളിലും കോളേജിലും പോകാൻ തന്നെ താല്പര്യമില്ലാത്തവർക്ക് കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇന്നെല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിച്ച് സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ. യാത്ര ചെയ്യുന്ന എല്ലാവരെയും നീ പ്രത്യേകമായി കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ അറിവില്ലായ്മയും ബലഹീനതയും അവിടുന്ന് ക്ഷമിച്ച് ഇന്ന് എല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെ ദിവസമാകാൻ
നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്രമീകരിച്ചു തന്ന് വഴി നടത്തി ഉപദേശിച്ച് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും എതിരഭിപ്രായങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എല്ലാം കർത്താവിന്ന് നിങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.